we'll learn about long vowel A. One goes behind in long vowel, that's about two vowels walk together. First vowel is okay. നമ്മുടെ രണ്ട് വവൽസ് ഒരുമിച്ച് പോവുകയാണെങ്കിൽ അതിനകത്ത് ഫസ്റ്റത്തെ വവൽ മാത്രമാണ് സംസാരിക്കുള്ളൂ. സെക്കൻഡ് വവൽ എന്ന് പറയുന്നത് സൈലന്റ് ആയിരിക്കും. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന സൗണ്ട് ലോങ് വവൽ എ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചിരുന്നില്ലേ ഷോർട്ട് വവൽ സൗണ്ട് ഏത്? ആ, എ, ഇ, ഒ, ആ. ഇതാണ് നമ്മുടെ ഷോർട്ട് സൗണ്ട്. അത് പറയുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും പറയുന്നത്? നമ്മുടെ മൗത്ത് ഫുള്ളായിട്ട് ഓപ്പൺ ആവുന്നുണ്ടോ? നമ്മൾ പറയുമ്പോൾ ലോങ് ആയിട്ട് നീണ്ടു പോകുന്നുണ്ടോ? ഇല്ല അല്ലേ? അതാണ് ഷോർട്ട് സൗണ്ട്. പക്ഷേ നമ്മുടെ ലോങ് വവൽ എക്ക് 4 ഫോർമാറ്റിൽ ആണ് സൗണ്ട്സ് വരുന്നത്. അത് ഒന്ന് എ ഫോർമാറ്റിൽ തന്നെ വരും. അതിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത് എ എ എ ആൻഡ് എ ഐ എന്ന സൗണ്ട് എ സൗണ്ടാണ് വരുന്നത്. അപ്പം എ ഐ എ ഇ എ വൈ എ ഒ ഇങ്ങനെയുള്ള ഫോർമാറ്റിലാണ് നമ്മുടെ എ സൗണ്ട് വരുന്നത്. അതിനകത്ത് എ ഐ വരുന്നാലും നമ്മൾ എഴുതുന്ന ലെറ്ററിൽ എ ഐ ഉണ്ടാവും, നമ്മൾ എഴുതുന്ന വേർഡിൽ എ ഇ ഉണ്ടാവും, എ വൈ ഉണ്ടാവും, എ ഒ ഉണ്ടാവും. അപ്പം ഫസ്റ്റ് നമ്മൾ എ ഐ ഫോർമാറ്റ്, ദാറ്റ് മീൻസ് ദ സൗണ്ട് ഓഫ് ലോങ് വവൽ എ ഇസ് എ സൗണ്ട്. എ ർ എ റെയിൻ, ർ എ ട്രെയിൻ, മ എ മേ, ബ്ര എ ബ്രെയിൻ, സ എ ഡ സെഡ്, മ എ മേ, സ എ സെയിൽ. അപ്പൊ ഈ വേർഡ്സ് എല്ലാം നോക്കിക്കേ, എല്ലാത്തിലും എന്താണ് കാണുന്നത്? നമ്മൾ എ ഐ എഴുതിയിട്ടുണ്ട്. അതിന്റെ സെക്കൻഡ് ലെറ്റർ ആയ ഐ സൈലന്റ് ആണ്. എന്താണ് കാരണം? നമ്മൾ പറഞ്ഞു അല്ലേ, രണ്ട് വവൽസ് ഒരുമിച്ച് വരുമ്പോൾ ഫസ്റ്റത്തെ വവലിന്റെ സൗണ്ട് മാത്രമാണ് വരികയുള്ളൂ. അപ്പൊ നമ്മൾ പഠിച്ചു ഓരോന്ന്. സ എ എ, that means the long vowel sound is long sound. A a, s a d said, m a l made, s a l say. ഈ നെക്സ്റ്റ് സൗണ്ട് എന്ന് പറയുന്നത് എ ഇ ഫോർമാറ്റ്. അതായത് മിസ് ഇവിടെ എ എഴുതിയിട്ട് അതിൻ്റെ ഒരു ഹൈഫൻ ഇട്ടിട്ടുണ്ട്, പിന്നെ ഇ എഴുതിയിട്ടുണ്ട്. ഈ ഹൈഫൻ എന്ന് പറയുന്നത് അവിടെ ഏതൊരു കൺസണൻസും വരാം. നമുക്കറിയാം അല്ലേ, കൺസണൻസ് ഏതൊക്കെയാണ്? എ ഇ ഐ ഒ യു അല്ലാതെ വരുന്ന എല്ലാ, അതായത് ബി ഡി കെ അങ്ങനെയുള്ള എല്ലാ ലെറ്റേഴ്സും വരാം കൺസണൻസ്. അപ്പം ഈ കൺസണൻസ് ആയിട്ടുള്ള ലെറ്റേഴ്സാണ് ഇവിടെ വരേണ്ടത്. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഈ എ സൗണ്ട് വരുകയും ചെയ്യും, ബട്ട് അവിടെ എന്താണ്, ഈ സൗണ്ട് വരുന്നില്ല. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ലെറ്റർ വരുന്നുണ്ട്. അങ്ങനെ വരുന്ന കുറച്ച് ഫോർമാറ്റാണ് ഇനി നോക്കുന്നത്. ലോങ് വവൽ സൗണ്ട് വിത്ത് എ ഇ ഫോർമാറ്റ്, എ സൗണ്ട്. ഓക്കെ, ല എ ക ലേക്ക്. നമ്മളൊന്ന് ലേക്ക് എന്ന് പറഞ്ഞു നോക്കിയേ. എൽ ക സൗണ്ടിലാണ് എന്ത് ചെയ്യണേ, ഇത് അവസാനിക്കുന്നത്. ബട്ട് ഈ ഹിയർ അല്ലേ, ഈ അവിടെയുണ്ട്. അപ്പൊ ഒന്ന് നോക്കിക്കേ, അവിടെ ഈ സൈലന്റ് ആയത് എന്താണ്? നമ്മുടെ കൂടെ വവൽ എ ഉള്ള കാരണമാണ്. ക്ലിയർ ആയില്ലേ? അപ്പൊ ല എ ക ലേക്ക്, സ് ന എ സ്നേക്ക്, ബ്ര എ ക ബ്രേക്ക്, ച എ ക ടേക്ക്. വരുന്ന എ വൈ ഫോമില്. എ വൈ ഫോമിൽ എന്ന് പറയുമ്പോൾ സൗണ്ട് എന്താണ്? ലോങ് എയുടെ സൗണ്ട് എ സൗണ്ട് അല്ലെ. ല എ ലേ, സ് എ സേ, ബ എ ബേ,